ചാരായം നിരോധിച്ച സമയത്ത് ഞാൻ എ കാനണിയെ പോയി നേരിട്ട് കണ്ട് പറയും, എഴുതി പബ്ലിഷ് ചെയ്ത് അയക്ക് കൊടുത്ത കത്ത്. നിരോധിച്ചാൽ ക്രിമിനലായ സമൂഹം ഉണ്ടാകും. പ്രചോദനം കൊണ്ടാണ് നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചു. ആർക്ക് വേണം എന്നത് വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണ്. ഇഷ്ടംപോലെ മദ്യം ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ദിവസവും കഴിക്കുന്നുണ്ടോ? ഇവിടെ ഗവൺമെന്റ് വിൽക്കുന്നില്ലേ? പിന്നെന്താ, സുലഭമായി കിട്ടിയാൽ മേടിക്കുമെന്നാണല്ലോ സിദ്ധാന്തം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചു. ആർക്ക് വേണം എന്നത് മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, അതെനിക്കറിയാം. ഡ്രഗ്സ് ലീഗലാക്കിയാൽ ഈ പ്രശ്നങ്ങൾ തീരുമോ, അല്ലെങ്കിൽ അത് നോർമലൈസ് ചെയ്യുന്നത് ശരിയാണോ? ഒന്ന് പറഞ്ഞോട്ടേക്ക്. മനുഷ്യ ശരീരം ഒരു വ്യക്തിക്കും സമൂഹത്തിനും ദ്രോഹമാകുന്ന ഒന്നും ലീഗലൈസ് ചെയ്യാൻ പാടില്ല. അതാണ് എന്റെ പോളിസി. ഒരു വ്യക്തിക്ക് അയാളുടെ ആരോഗ്യത്തിന്, അയാളുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ദോഷകരമാകുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ, അത് സമൂഹത്തിന് ദോഷകരമാണെന്ന് സാമൂഹ്യ ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് അപകടകാരിയല്ല, അത് സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്നില്ല എന്നാണെങ്കിൽ ലീഗലൈസ് ചെയ്തോളൂ. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. അത് ആരാണ് തീരുമാനിക്കേണ്ടത്? ഞാൻ ഈ പറഞ്ഞ മെഡിക്കൽ സയൻസ് അറിയുന്നവരും ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുമാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അത് സമൂഹത്തിൽ അതിനൊക്കെയുള്ള സംവിധാനം. നമ്മൾ ഈ സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയാൽ പോരല്ലോ. IIT-കളും വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അവർ പഠിച്ചിട്ട് റിപ്പോർട്ട് പറയട്ടെ, അവരോട് ചോദിക്കേ. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരനല്ലോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഒരു പാലം പണിയുമ്പോൾ എത്ര കമ്പി ഇടണമെന്ന് രാഷ്ട്രീയക്കാരനല്ലല്ലോ തീരുമാനിക്കുന്നത്, എഞ്ചിനീയർ അല്ലേ? അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. അങ്ങനെയുള്ള ഇത്തരം വിഷയങ്ങളിൽ അതിന് അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകൾ അഭിപ്രായം പറയട്ടെ, അവരോട് അഭിപ്രായം ചോദിക്കണം. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. മുതലാളി എങ്ങനെ വിശ്വസിക്കും?